കാലഘട്ടത്തിൽ സംഭവിച്ച നാശത്തിൽ മനമുരുകി അലമുറയിടുന്ന യിരെമ്യാ പ്രവാചകന്റെ 5 വിലാപ ഗാനങ്ങളാണ് ഈ വിലാപങ്ങൾ എന്ന പുസ്തകത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബേലിന്റെ ആക്രമണത്തിൽ, അസീറിയയുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായ ഇസ്രായേൽ നഗരം, കോട്ടവാതിലുകളെല്ലാം തീ വെന്ത് നശിപ്പിക്കപ്പെട്ടു, വീടുകളെല്ലാം കൊള്ളയടിക്കപ്പെട്ടു, യെരൂശലേം ദേവാലയത്തിന് അടിസ്ഥാന കല്ല് വരെ തോണ്ടിയെടുക്കപ്പെട്ടു, അതിനകത്ത് പൊൻവെള്ളി പാത്രങ്ങൾ കവർച്ചയായിപ്പോയി, എങ്ങും ക്ഷാമം മാത്രമായി. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്, മുന്തിരിത്തോട്ടങ്ങൾ അവരെ കൽക്കൂനകളാക്കി മാറ്റി, ഉറവകളൊക്കെ അവരുടെ മാലിന്യം ഒഴിച്ച് ആ ഉറവകളൊക്കെ നശിപ്പിച്ചു, കിണറുകൾ അവർ മണ്ണിട്ട് മൂടി, ഗോശാലകൾ ജീവനോടെ പശുക്കളെ അവർ തീയിട്ട് കൊന്നുകളഞ്ഞു, ആടുകളെ അവർ പിടിച്ചുകൊണ്ടുപോയി അവർ അറുത്ത് കഴിച്ചു, യൗവനക്കാരെ അവർ പ്രവാസികളായി കൊണ്ടുപോയി, പ്രായമായവരെയും നടക്കാൻ വഴിയാതെ വീട്ടിലിരിക്കുന്നവരെയും വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കൊന്നുകളഞ്ഞു, ഗർഭിണികളെ വയറ് പിളർന്ന് കൊന്നുകളഞ്ഞു, കൊച്ചു കുട്ടികളെ പാറയിൽ അടിച്ചു കൊന്നുകളഞ്ഞു. ഇങ്ങനെ ഇസ്രായേലിന്റെ സമ്പൂർണ്ണ നാശം കണ്ടിട്ട് ദൈവസന്നിധിയിൽ അലറി വിളിച്ച് കരയുന്ന പ്രവാചകന്റെ 5 ശോകഗാനങ്ങളാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത്. വിലാപങ്ങൾ എന്നാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്. യിരെമ്യാവിന്റെ കണ്ണുനീർ എന്നാണ് ഗ്രീക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗ്രീക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് യിരെമ്യാവിന്റെ കണ്ണുനീർ എന്നാണ്. എന്നാൽ ലാറ്റിൻ ഭാഷയിൽ യിരെമ്യാവിന്റെ വിലാപങ്ങൾ എന്നാണ്. യിരെമ്യാവിന്റെ വിലാപങ്ങൾ. അതനുസരിച്ചിട്ടാണ് ഇംഗ്ലീഷ് ബൈബിളിലും മലയാളത്തിലും വിലാപങ്ങൾ എന്ന പേര് വന്നത്. അപ്പൊ ഗ്രീക്ക് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പേര് യിരെമ്യാവിന്റെ കണ്ണുനീർ. ലാറ്റിൻ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് യിരെമ്യാവിന്റെ വിലാപങ്ങൾ. ആ ലാറ്റിൻ ഭാഷയിൽ നിന്ന് എടുത്തിട്ടാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും വിലാപങ്ങൾ എന്ന് ഈ പുസ്തകത്തിന് പേര് പറഞ്ഞിരിക്കുന്നു. ഒരു കാലത്ത് യഹൂദ ജനത്തിന് അഭിമാനമായിരുന്ന യെരൂശലേം ബാബിലോണിന്റെ ആക്രമണത്താൽ ഒരു കൽക്കൂമ്പാരമായി മാറ്റപ്പെട്ടതിനെ ഈ ഗ്രന്ഥകാരൻ കണ്ണുനീരിന്റെ ഭാഷയിൽ ചിത്രീകരിക്കുന്നതാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പുറത്തു നിന്നൊരാൾ നോക്കിയാൽ ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു കൽക്കൂമ്പാരമല്ലാതെ ഒന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബേലിലെ ചക്രവർത്തി വന്ന് ആലയം പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഏദോമിന്റെ രാജാവ് വന്നിട്ട് ഈ രാജാവിനോട് പറഞ്ഞു, ഈ യെരൂശലേം ദേവാലയത്തിന്റെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് സ്വർണം കൊണ്ടാണെന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്തു? കുതിരകളെയും ആനകളെയും കൊണ്ട് അടിസ്ഥാന കല്ല് വരെ വലിച്ചു കയറ്റി. അപ്പോ ഒന്നുമില്ലാതെ, കല്ലിന്മേൽ ശേഷിക്കാതെ അത് നശിച്ചുപോയി. അപ്പോ ഇപ്പോൾ നോക്കിയാൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഒരു കൽക്കൂമ്പാരം മാത്രമേ കാണാനുള്ളൂ. ആ രീതിയിലാണ്, അത് കണ്ടിട്ടാണ് പ്രവാചകൻ ഈ പുസ്തകം എഴുതുന്നത്. ആകെ 5 അധ്യായങ്ങളും 154 വാക്യങ്ങളുമാണ് ഈ പുസ്തകത്തിലുള്ളത്. ഓക്കെ, ഈ പുസ്തകം എഴുതിയ ഗ്രന്ഥകാരൻ, ഈ പുസ്തകം എഴുതിയ എഴുത്തുകാരൻ അല്ലെങ്കിൽ ഗ്രന്ഥകാരൻ, നമുക്കറിയാവുന്നതുപോലെ
കൊടുത്തിരിക്കുന്ന പോലെ പ്രവാചകനായിരിക്കുന്ന ഇരമ്യാവ്. നമ്മൾ ഇരമ്യാവിനെ കുറിച്ച് വേറൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തൊരു പ്രവാചകൻ എന്നാണ് അറിയപ്പെടുന്നത്? കണ്ണുനീരിന്റെ പ്രവാചകൻ, അല്ലെ? കണ്ണുനീരിന്റെ പ്രവാചകൻ, കരച്ചിലിന്റെ പ്രവാചകൻ. ആള് സാധുവാണ്, വളരെ സെൻസിബിൾ ആണ്. നമ്മളെപ്പോലെ വലിയ ഹൃദയ കാഠിന്യമൊന്നുമില്ല. ആരെങ്കിലും തറപ്പിച്ചെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ പുള്ളിക്കാരൻ മാറിയിരുന്ന് കരയുക പതിവായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയും വിലാപമാണ് ഇത്. ഗ്രന്ഥകാരൻ ആരാണ്? പ്രവാചകനായിരിക്കുന്ന, കണ്ണുനീരിന്റെ പ്രവാചകനായിരിക്കുന്ന ഇരമ്യാവാണ് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ. ഏകദേശം BC 586 ഈ പുസ്തകം എഴുതിയത്. ഏകദേശം BC 586 ഈ പുസ്തകം എഴുതിയത്. അനാഥോത്തിൽ വെച്ച് യഹൂദന്മാർക്ക് വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയത്. അനാഥോത്തിൽ വെച്ച്. അപ്പൊ ഈ പുസ്തകം എവിടെ വെച്ച് എഴുതിയെന്ന് ചോദിച്ചാൽ അനാഥോത്തിൽ വെച്ച് എഴുതി. അനാഥോത്തിൽ വെച്ച് ആർക്ക് വേണ്ടി എഴുതി? യഹൂദന്മാർക്ക് വേണ്ടി എഴുതി. യഹൂദന്മാർക്ക് വേണ്ടി എഴുതി. ഇതിന്റെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് യെരുശലേം ശൂന്യമായതിലുള്ള ദുഃഖമാണ്. ഇതിനകത്തെ കേന്ദ്ര വിഷയം യെരുശലേം ശൂന്യമായതിലുള്ള ദുഃഖം. ഇതിനകത്തെ താക്കോൽ വാക്ക് അല്ലെങ്കിൽ പ്രധാന വാക്ക് നാശം എന്നുള്ളതാണ്. നാശം. താക്കോൽ വാക്ക് നാശം എന്നാണ്. ഓക്കെ, അടുത്തത് താക്കോൽ വാക്യങ്ങൾ. താക്കോൽ വാക്യങ്ങൾ 2:5, 6, 2:5, 6, 3:22. ഓക്കെ, ഇതിനകത്ത് പുസ്തകത്തിന്റെ ഉദ്ദേശം, എഴുതിയോ? ദൈവത്തോടുള്ള അനുസരണക്കേട് നാശമാണെന്നും ദൈവത്തോടുള്ള അനുസരണക്കേട് നാശമാണെന്നും ദൈവജനത്തിന് കഷ്ടാനുഭവം ദൈവത്തിന് ഹൃദയഭേദകമാണെന്നും വ്യക്തമാക്കാൻ. ദൈവത്തോടുള്ള അനുസരണക്കേട് നാശമാണെന്നും ദൈവജനത്തിന് കഷ്ടാനുഭവം ദൈവത്തിന് ഹൃദയഭേദകമാണെന്ന് വ്യക്തമാക്കാൻ. ഇതിനകത്തെ പ്രധാന കഥാപാത്രങ്ങൾ, വിലാപങ്ങൾ എന്ന പുസ്തകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ: 1 ഇരമ്യാവ്, 2 യെരുശലേം നിവാസികൾ. 1 ഇരമ്യാവ്,
2 യെരൂശലേം നിവാസി. ഇതിനകത്ത് വിഷയവിഭജനമായി ഒരു കാര്യം ചിന്തിക്കാം, അതിനുശേഷം ഉള്ളടക്കം വേറെ എഴുതാം. വിഷയവിഭജനം അധ്യായം 1. അധ്യായം 1 യെരൂശലേമിന്റെ നാശം. അധ്യായം 1 യെരൂശലേമിന്റെ നാശം. 2 അധ്യായം 2 യഹോവയുടെ കഠിനമായ കോപം. യഹോവയുടെ കഠിനമായ കോപം. അധ്യായം 3 കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 4-ാം അധ്യായം. അധ്യായം 4 യെരൂശലേമിന്റെ വിരോധം. യെരൂശലേമിന്റെ നിരോധം. യെരൂശലേമിന്റെ നിരോധം. അധ്യായം 5 വിടുതലിന് വേണ്ടിയുള്ള അപേക്ഷ. വിടുതലിന് വേണ്ടിയുള്ള അപേക്ഷ. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള വിഷയവിഭജനം 1-ാം അധ്യായത്തിൽ പ്രവാചകൻ നിലവിളിച്ച് കരഞ്ഞു പറഞ്ഞിരിക്കുന്നത് യെരൂശലേമിന്റെ നാശത്തെ കുറിച്ചാണ്. അയ്യോ, ജനപൂർണമായിരുന്ന നഗരം ഏകാന്തമായത് എങ്ങനെ. 1-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? വിലാപങ്ങളുടെ പുസ്തകം 1-ാമത്തെ വാക്യം. അയ്യോ, ജനപൂർണമായിരുന്ന നഗരം ഏകാന്തമായിരിക്കുന്നത് എങ്ങനെ. ജാതികളിൽ മഹതിയായിരുന്നവൾ വിധവയെ പോലെ ആയതെങ്ങനെ. സംസ്ഥാനങ്ങളുടെ നായികയായിരുന്നവൾ ഊഴിയ വേലക്കാരി ആയതെങ്ങനെ. കണ്ടോ, യെരൂശലേമിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ 1-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു. ഒരു കാലത്ത് ജാതികൾക്ക് പ്രശംസയായിരുന്ന യെരൂശലേം നഗരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും യെരൂശലേമിൽ ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും വേണ്ടി ജനങ്ങൾ വന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്. എല്ലാവരുടെ മുമ്പിൽ പ്രശംസാ വിഷയമായിരുന്ന യെരൂശലേം നഗരം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ നായിക. കണ്ടോ, ഈ അലങ്കാര പട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ നിമിഷ നേരം കൊണ്ട് എന്തായിത്തീർന്നു? കൽക്കൂമ്പാരമായി മാറി. ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവിക വാഗ്ദത്തങ്ങളോട്, ദൈവിക ഉടമ്പടിയോട് അവര് മറുത്തു മത്സരിച്ചു. പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് അവർ എന്തു കൊടുത്തില്ല? വില കൊടുത്തില്ല. 2-ാമത്തെ ഉള്ളടക്കം എന്താണ്? വിഭജനം എന്താണ്? യഹോവയുടെ കഠിനമായ കോപം. കർത്താവ് കരുണ കാണിക്കാതെ, 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. കർത്താവ് കരുണ കാണിക്കാതെ യാക്കോബിന്റെ മേച്ചിൽപ്പുറങ്ങളൊക്കെയും നശിപ്പിച്ചിരിക്കുന്നു. തന്റെ ക്രോധത്തിൽ അവൻ യഹൂദാപുത്രിയുടെ കോട്ടകളെ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. രാജ്യത്തെയും അതിലെ പ്രഭുക്കന്മാരെയും അവൻ നിലത്തിട്ട് അശുദ്ധമാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ കോപമാണ് നമുക്ക് 2-ാം അധ്യായത്തിൽ കാണാം. ഇനി 3-ാം അധ്യായം കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന.
അധ്യായത്തിൽ നമ്മൾ വായിച്ചത് എരിശിലേമിന്റെ നിരോധം. പൊന്നുമങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി, വിശുദ്ധ രത്നങ്ങൾ സകലവീതിയിലും തലയ്ക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. തങ്കത്തോട് തുല്യനായിരുന്ന സിയോന്റെ വിശിഷ്ടപുത്രന്മാരെ കുശവന്റെ പണിയായ മൺപാത്രങ്ങളെ പോലെ എണ്ണിയിരിക്കുന്നു. അടുത്ത വാക്ക് 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിടുതലിന് വേണ്ടിയുള്ള അപേക്ഷയാണ്. ഇതിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞുള്ള പ്രവാചകന്റെ അപേക്ഷയാണ്. യഹോവേ, ഞങ്ങൾക്ക് എന്തു ഭവിക്കുന്നു എന്ന് ഓർക്കണം. 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. യഹോവേ, ഞങ്ങൾക്ക് എന്തു ഭവിക്കുന്നു എന്ന് ഓർക്കണമേ, ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന നിന്ന നോക്കണമേ. ഇതായിരുന്നു 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ പുസ്തകം യിരെമ്യാവാണ് എഴുതിയത് എന്നുള്ളതിന് തെളിവ് വേണ്ടേ? തെളിവ് വേണം. അല്ലാതെ യിരെമ്യാവാണ് എഴുതിയെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. തെളിവ് ഒന്ന്, ഗ്രന്ഥകാരൻ, ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ യിരെമ്യാവാണ് എന്നുള്ളതിനുള്ള തെളിവ്. ഒന്ന്, യഹൂദ പാരമ്പര്യവും ക്രിസ്തീയ പാരമ്പര്യവും ഇതിന്റെ ഗ്രന്ഥകാരൻ യിരെമ്യാവാണെന്ന് പ്രസ്താവിക്കുന്നു. യഹൂദ പാരമ്പര്യവും നമ്മുടെ ക്രിസ്തീയ പാരമ്പര്യവും ഒരുമിച്ച് പറയുന്ന വാക്കാണ് ഇത് യിരെമ്യാവാണ് എഴുതിയതെന്ന്. BC 3-ാം നൂറ്റാണ്ട് മുതലുള്ള സെപ്റ്റുവജന്റിൽ ഈ പുസ്തകത്തിൽ ആരംഭിക്കുന്നത്, BC 3-ാം നൂറ്റാണ്ട് മുതലുള്ള സെപ്റ്റുവജന്റിൽ ഈ പുസ്തകം ആരംഭിക്കുന്നത് ഇസ്രായേലിനെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും BC 3-ാം നൂറ്റാണ്ട് മുതലുള്ള സെപ്റ്റുവജന്റിൽ ഈ പുസ്തകം ആരംഭിക്കുന്നത് ഇസ്രായേലിനെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും യെരുശലേം ശൂന്യമാക്കുകയും ചെയ്ത ശേഷം യിരെമ്യാവ് കരഞ്ഞുകൊണ്ടിരിക്കുകയും യെരുശലേമിനെ കുറിച്ച് വിലാപങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ്. യിരെമ്യാവ് കരഞ്ഞുകൊണ്ടിരിക്കുകയും യെരുശലേമിനെ കുറിച്ച് വിലാപങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ്. പുരാതന തർജ്ജമകൾ പണ്ടുണ്ടായിരുന്ന വ്യാഖ്യാനകർത്താക്കൾ അല്ലെങ്കിൽ വ്യാഖ്യാന പുസ്തകങ്ങൾ, പുരാതന തർജ്ജമകൾ യഹൂദ തൽമൂദ് എന്നിവയെല്ലാം വിലാപങ്ങൾ യിരെമ്യാവിനാൽ എഴുതപ്പെട്ടു എന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. എന്നിവയെല്ലാം വിലാപങ്ങൾ യിരെമ്യാവിനാൽ എഴുതപ്പെട്ടു എന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. കൂടാതെ ഒറിജിൻ,
ജെറോം ആദിയായ സഭാപിതാക്കന്മാരും കൂടാതെ ഒറിജിൻ ജെറോം ആദിയായ സഭാപിതാക്കന്മാരും കാൽവിൻ തുടങ്ങിയ നവീകരണകർത്താക്കളും ഇതേ അഭിപ്രായക്കാരാണ്. അപ്പോ ശ്രദ്ധിച്ചേ, ഈ പുസ്തകം യിരെമ്യാവാണ് എഴുതിയെന്നുള്ളതിന് എന്താണ് ഒന്നാമത്തെ തെളിവ്? യഹൂദ വിശ്വാസവും യഹൂദ പാരമ്പര്യവും ക്രിസ്തീയ പാരമ്പര്യവും പറയുന്നത് ഇത് പ്രവാചകനായ യിരെമ്യാവിനാൽ രചിക്കപ്പെട്ടു എന്നുള്ളതാണ്. യഹൂദ പാരമ്പര്യം പറയുന്നതും നമ്മുടെ ക്രിസ്തീയ പാരമ്പര്യം പറയുന്നതും ഈ പുസ്തകം ആരാൽ രചിക്കപ്പെട്ടു? പ്രവാചകനായ യിരെമ്യാവിനാൽ. മാത്രമല്ല BC 3-ാം നൂറ്റാണ്ട് മുതലുള്ള സെപ്റ്റുവജന്റിൽ, അന്ന് മുതലുള്ള വിവർത്തനങ്ങളിൽ, പുസ്തകങ്ങളിൽ അവരാരംഭിക്കുന്നത് സെപ്റ്റുവജന്റ് പുസ്തകത്തിൽ ആരംഭിക്കുന്നത് ഇസ്രായേലിനെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും യെരൂശലേം ശൂന്യമാക്കുകയും ചെയ്ത ശേഷം യിരെമ്യാവ് കരഞ്ഞുകൊണ്ടിരിക്കുകയും യെരൂശലേമിനെ കുറിച്ച് വിലാപങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ്. അപ്പോൾ സെപ്റ്റുവജന്റ് വിവർത്തനത്തിൽ ആരംഭിക്കുന്നത് പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവിനാൽ രചിക്കപ്പെട്ടു എന്നുള്ളത്. രണ്ടാമത്, പുരാതന തർജ്ജമകളും യഹൂദ തൽമൂദ് ഇതും പഠിപ്പിക്കുന്നത് വിലാപങ്ങൾ എന്നത് യിരെമ്യാവിനാൽ രചിക്കപ്പെട്ടു എന്നാണ്. കൂടാതെ ഒറിജിൻ എന്നല്ല, ഒറിജിൻ ഒരു സഭാപിതാവാണ്. ജെറോം, ഈ സഭാപിതാക്കന്മാരും കാൽവിൻ എന്ന് പറയുന്ന നവീകരണകർത്താക്കളും പറയുന്ന ഒറ്റ കാര്യമാണ്, ആരെഴുതി? യിരെമ്യാവിനാൽ രചിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ നാളെ ഒരാൾ നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, നിതീഷ് ബ്രദറെ, ഈ പ്രവചന പുസ്തകം ആരെഴുതി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? ഇന്ന കാരണത്താൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച്, ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് വിശ്വസിച്ച് വരുന്നത് ആരെഴുതിയെന്നാണ്? യിരെമ്യാവിനാൽ രചിക്കപ്പെട്ടു എന്നുള്ളതാണ്. രണ്ട്, സഭാപിതാക്കന്മാര് പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകം ആരെഴുതിയെന്നാണ്? പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവ് എഴുതിയിരിക്കുന്നു എന്നാണ്. ഇനി തെളിവെന്താണ്? BC 3-ാം നൂറ്റാണ്ട് മുതലുള്ള സെപ്റ്റുവജന്റ് വിവർത്തനത്തിലും അവിടെ ആരംഭിക്കുന്നത് പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവ് യെരൂശലേമിനെ നാശം കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഒന്നാമത്തെ ഉറപ്പ് നമുക്ക് പറയാം, വിലാപങ്ങൾ എന്ന പുസ്തകം പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവിനാൽ രചിക്കപ്പെട്ടു എന്നുള്ളതാണ്. രണ്ട്, ആഭ്യന്തര തെളിവുകളും ഇതിന് എഴുത്തുകാരൻ യിരെമ്യാവാണെന്ന് സൂചിപ്പിക്കുന്നു. ആഭ്യന്തര തെളിവുകൾ. ആഭ്യന്തര തെളിവുകളും പറയുന്നത്, ആഭ്യന്തര തെളിവുകളും ഇതിന് എഴുത്തുകാരൻ യിരെമ്യാവാണെന്ന് സൂചിപ്പിക്കുന്നു. ഒന്ന്, രണ്ടാമത്തെ പോയിന്റിന്റെ ആഭ്യന്തര തെളിവുകൾ എന്തൊക്കെയെന്ന് നോക്കാം. യെരൂശലേം നാശത്തിന്റെ ഒരു ദൃക്സാക്ഷിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. യെരൂശലേം നാശത്തിന്റെ
ദൃക്സാക്ഷിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ, 1:13 മുതൽ 15 വരെ, 1:13 മുതൽ 15 വരെ, 2:6, 2:9 മുതൽ 12 വരെ, 4:10. 1:13 മുതൽ 15 വരെ, 2:9, 2:9 മുതൽ 12 വരെ, 4:10. യിരെമ്യാവ് ഇപ്രകാരം ഒരു ദൃക്സാക്ഷിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. കേട്ടറിവല്ല, തന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ. നാലിന്റെ 10 നിങ്ങളൊന്ന് നോക്കിക്കേ. 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഒരു ഹൃദയഭേദകമായ ഒരു സംഭവം നമുക്ക് ഇവിടെ കാണാം. കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ പൈതങ്ങളെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്തു. അവർ എന്റെ ജനത്തിന് പുത്രരുടെ നാശത്തിങ്കൽ അവർക്ക് ആഹാരമായി. ഇതാര് കാണേണ്ടി വന്നു? യിരെമ്യാവ് കാണേണ്ടി വന്നു. സാധാരണ ദുർബലനായിരിക്കുന്ന ഒരാൾ ഇതും കൂടെ കണ്ടാൽ അവസ്ഥ ഓർത്തു നോക്കും. ഒരു പൂച്ച കരഞ്ഞാൽ പേടിക്കുന്ന ആള് ആന അലറിയുള്ള അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കും. അപ്പോ യിരെമ്യാവ് തകർന്നുപോയി. ഇതിനെല്ലാം ദൃക്സാക്ഷിയായിരുന്നു യിരെമ്യാവ്. 2 ബി അല്ലെങ്കിൽ രണ്ടാമത്തെ പോയിന്റിന്റെ രണ്ടാമത്തെ സബ്, വിലാപങ്ങളും യിരെമ്യാ പ്രവചനവും തമ്മിൽ, വിലാപങ്ങളും യിരെമ്യാ പ്രവചനങ്ങളും തമ്മിൽ പദപ്രയോഗങ്ങളിലും ഭാഷാ ശൈലിയിലും വളരെയധികം സാമ്യം നമുക്ക് കാണാം. വിലാപങ്ങളും യിരെമ്യാ പ്രവചനവും തമ്മിൽ പദപ്രയോഗങ്ങളിലും ഭാഷാ ശൈലിയിലും വളരെയധികം സാമ്യം കാണാം. ഉദാഹരണം, സിയോൻ പുത്രിയായ കന്യക, സിയോൻ പുത്രിയായ കന്യക. ഇത് നമുക്ക് എവിടെ കാണാം? വിലാപങ്ങൾ 1:5. വിലാപങ്ങൾ 1:5. ഇതേ വാക്ക് തന്നെ യിരെമ്യാവ് 7:21 കാണാം. യിരെമ്യാവ് 7:21. സിയോൻ പുത്രിയായ കന്യക, വിലാപങ്ങൾ 1:5, യിരെമ്യാവ് 7:21. അടുത്തത്, കണ്ണുനീരൊഴുക്കുന്നു. വിലാപങ്ങൾ 1:6, 2:11. വിലാപങ്ങൾ 1:6, 2:11. യിരെമ്യാവ് 9:1, 18. യിരെമ്യാവ് 9:1, 18, 17:13. 3 സർവത്ര ഭീതി. വിലാപങ്ങൾ 2:22, യിരെമ്യാവ് 6:25.
അടുത്തത് പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യുക. പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യുക. വിലാപങ്ങൾ 3:66, ഇരമ്യാവ് 11:20. തൽക്കാലം ഇത്രയും മതി, വേറെ ഒത്തിരി ഉണ്ട്, കുറെ വാക്യങ്ങളുണ്ട്. അപ്പോ ഈ രണ്ടാമത്തെ പോയിന്റിൽ വിലാപങ്ങൾ എന്ന പുസ്തകവും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകവും തമ്മിൽ വളരെ സാമ്യമുണ്ട്. പദപ്രയോഗങ്ങൾ കൊണ്ട് വളരെ സാമ്യമുണ്ട്. നമ്മുടെ എഴുത്തുകളിൽ എപ്പോഴും ഒരു ശൈലി ഉണ്ടാവും. നമ്മളിപ്പം 10-20 പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒരു അസൈൻമെന്റ് എഴുതിയാൽ നിങ്ങൾക്കൊരു ശൈലി ഉണ്ടാകും. ഇപ്പഴാ ഓർത്തെ, നിങ്ങൾ അസൈൻമെന്റ് എഴുതിയോ? ഒരാളുടെ എനിക്ക് കിട്ടി, ബാക്കിയുള്ളവരുടെ ഒന്നും ഇനി വന്നില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പഴത് ഓർത്തത്. അപ്പൊ എഴുത്തുകളിൽ ഒരു ശൈലിയുണ്ട്, ഇല്ലേ? ഇപ്പൊ തങ്കമ്മേന്റെ ഒരു ലെറ്റർ എഴുതുകയാണ്. തങ്കമ്മേന്റെ ഒരു ശൈലിയിൽ ആദ്യത്തെ പുസ്തകം എഴുതി, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ലെറ്റർ എഴുതി. രണ്ടാമത്തെ ലെറ്ററിൽ തങ്കമ്മേൻ ഞാൻ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് യാതൊരു ടൈറ്റിലും കൊടുക്കാതെ ആന്റി വേറെ പേനയിൽ വേറെ ഹാൻഡ് റൈറ്റിംഗിലൊക്കെ എഴുതി. പക്ഷേ എങ്ങനെ തിരിച്ചറിയാം ഇത് തങ്കമ്മേന്റെ എഴുതിയെന്ന്? ആദ്യത്തെ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന പല വാക്കുകളും ഈ രണ്ടാമത്തെ ലെറ്ററിലും ഉണ്ടാകും. ആന്റി താമസിക്കുന്ന ആ ലൊക്കാലിറ്റിയെ ബേസ് ചെയ്തുള്ള അവിടുത്തെ സംസാര രീതി അല്ലെങ്കിൽ അവിടുത്തെ ശൈലി ആദ്യത്തെ ലെറ്ററിലും കാണും, രണ്ടാമത്തെ ലെറ്ററിലും കാണും. ഇനി എത്രയൊക്കെ മാറ്റി പിടിച്ചെന്ന് പറഞ്ഞാലും ഇത് അതിനകത്ത് കാണും. അപ്പോ വിലാപങ്ങൾ എന്ന ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല വാക്കുകളും നമുക്ക് എവിടെ കാണാം? യിരെമ്യാ പ്രവാചക പുസ്തകത്തിലും കാണാം. അതിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. സിയോൻ പുത്രിയായ കന്യക, ഈ പദം തന്നെ നമുക്ക് എവിടെയും കാണാം? പ്രവാചക പുസ്തകത്തിലും കാണാം. അടുത്ത വാക്ക് എന്താണ്? കണ്ണുനീരൊഴുക്കുന്നു, സർവത്ര ഭീതി, പ്രവർത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യുക എന്നിങ്ങനെയുള്ള പദങ്ങൾ യിരെമ്യാ പ്രവാചക പുസ്തകത്തിലും അതേപോലെ തന്നെ നമുക്ക് വിലാപങ്ങൾ എന്ന പുസ്തകത്തിലും കാണാം. ഈ കാരണത്താൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവാണ് ഈ പുസ്തകം എഴുതിയതെന്ന് കാണാൻ കഴിയും. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റിന്റെ മൂന്നാമത്തെ സബ്, അടുത്ത ആഭ്യന്തര തെളിവ്. യെരൂശലേമിന്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്ന ജാതികളുടെ മേൽ, യെരൂശലേമിന്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്ന ജാതികളുടെ മേൽ ഒരുപോലെയുള്ള ശിക്ഷ രണ്ട് പുസ്തകങ്ങളുടെയും ഗ്രന്ഥകാരൻ പ്രതീക്ഷിച്ചിരുന്നു. രണ്ട് പുസ്തകങ്ങളുടെയും ഗ്രന്ഥകാരൻ പ്രതീക്ഷിച്ചിരുന്നു. ഒന്ന് വിലാപങ്ങൾ 4:21, യിരെമ്യാവ് 49:12. വിലാപങ്ങൾ 4:21, യിരെമ്യാവ് 49:12. അപ്പൊ ഈ രണ്ട് പുസ്തകത്തിലും യെരൂശലേമിന്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്ന, ശത്രുക്കളുടെ നാശം ആഗ്രഹിക്കുന്ന ആ ഒരു വാക്ക് സ്വഭാവം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പൊ ആ വാക്ക് വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഇത് ആര് തന്നെയാണ് ആള്? പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവ് തന്നെയാണ്. ഇനി നാലാമത്തെ ആഭ്യന്തര തെളിവ്,
രണ്ട് പുസ്തകങ്ങളിലും ദേശത്തിന്റെ നാശത്തിന് കാരണം ഒന്ന് തന്നെയാണ്. രണ്ട് പുസ്തകങ്ങളിലും ദേശത്തിന്റെ നാശത്തിന് കാരണം ഒന്ന് തന്നെയാണ്. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതുക, ദേശത്തിന്റെ പാപം. ദേശത്തിന്റെ പാപം. വിലാപങ്ങൾ 1:5, 7, 14, 18. വിലാപങ്ങൾ 1:5, 7, 14, 18. എഴുതിയോ? വിലാപങ്ങൾ 1:5, 7, 14, 18. അടുത്തത് 3:42, 3:42, 4:6, 22, 4:6, 22, 5:7. ഇനി ഇരമ്യാ പ്രവചനം, ഇരമ്യാവ് 14:7, 16:10 മുതൽ 12 വരെ, 17:1 മുതൽ 3 വരെ. ഇത്രയാണ് ഇതിനകത്തുള്ള ആഭ്യന്തര തെളിവുകൾ കേട്ടോ. പ്രവാചകനായ ഇരമ്യാവാണ് ഈ പുസ്തകം എഴുതുന്നതിനുള്ള ആദ്യത്തെ കാര്യം എന്തായിരുന്നു? യഹൂദ പാരമ്പര്യം, ക്രിസ്ത്യ പാരമ്പര്യം പറയുന്നത് പ്രവാചകനായിരിക്കും ഇരമ്യാവ് എഴുതിയെന്നാണ്. രണ്ടാമത് നമ്മൾ എഴുതിയത് ആഭ്യന്തര തെളിവുകൾ. തെളിവ് എന്തൊക്കെയായിരുന്നു? യെരൂശലേം നാശത്തിന്റെ ദൃക്സാക്ഷി, അതിനുള്ള തെളിവ് നമ്മൾ എഴുതി. 2, വിലാപങ്ങളും ഇരമ്യാ പ്രവചനവും തമ്മിൽ പദപ്രയോഗത്തിലും ഭാഷാ ശൈലിയിലും വളരെയധികം സാമ്യമുണ്ട്. 3 നമ്മൾ എഴുതി യെരൂശലേമിന്റെ വീഴ്ചയെ സന്തോഷിക്കുന്ന ജാതികളുടെ മേൽ ഒരുപോലെയുള്ള ശിക്ഷ രണ്ട് പുസ്തകങ്ങളുടെയും ഗ്രന്ഥകാരൻ പ്രതീക്ഷിച്ചിരുന്നു എന്നെഴുതി. അവസാനമായി നമ്മൾ എഴുതി രണ്ട് പുസ്തകങ്ങളിലും ദേശത്തിന് നാശത്തിന് കാരണം ഒന്ന് തന്നെയാണ്, ദേശത്തിന്റെ പാപമാണ്. അത് ഇരമ്യാ പ്രവചനത്തിലും വിലാപത്തിലും ഒറ്റ വാക്കാണ് പറയുന്നത്, ദേശത്തിന്റെ പാപം. അത് നമ്മൾ എഴുതി. ഇത്രയും കാര്യങ്ങളാൽ നമുക്കൊരു കാര്യത്തിൽ അടിവരയിട്ട് എഴുതാം, പ്രവാചകനായിരിക്കുന്ന ഇരമ്യാവിനാൽ ഈ പുസ്തകം എഴുതപ്പെട്ടു എന്നാണ്. എന്നാല് രണ്ടുപേർ പ്രധാന വേദ നിരൂപകരായിരിക്കുന്ന രണ്ടുപേർ അവർ ശക്തമായി എതിർക്കുന്ന ഒരു വാക്കാണ് ഇരമ്യാവല്ല ഈ വിലാപങ്ങൾ എഴുതിയത്. ആ രണ്ടുപേർ ആരൊക്കെയാണെന്ന് നോക്കാം. ഐസ്ഫെൽറ്റ്, ഒന്ന്. 2, ഫൈഫർ. ഒരുമാതിരി പേരല്ലേ, ഐസ്ഫെൽറ്റ്, ഫൈഫർ എന്നീ രണ്ട് വേദ നിരൂപകർ. അവരെന്തോ പല കാരണങ്ങളാൽ ഈ പുസ്തകം ഇരമ്യാവല്ല എഴുതിയതെന്ന് പറയുന്നു. എന്നാൽ 98% വേദ നിരൂപകരും സഭാപിതാക്കന്മാരും ഒരുമിച്ച് ഒരേ ശബ്ദത്തിൽ പറയുന്ന വാക്ക് ഭാഷാ ശൈലി കൊണ്ടും വിഷയ വിവരണങ്ങൾ കൊണ്ടും പ്രവാചകനായിരിക്കുന്ന ഇരമ്യാവാണ് ഈ പുസ്തകം എഴുതിയതെന്ന് അവർ ഉറപ്പിച്ചു പറയും. കേവലം 2 പേര് അവര് പറയുന്നു ഇത് ആരെഴുതിയതല്ല, ഇരമ്യാവ് എഴുതിയതല്ല. അവരുടെ പേരെന്താണ്?
ഐസ്ബെൽറ്റ്, ഫൈഫർ. അപ്പൊ ഇവര് രണ്ടുപേരുമാണ് പറയുന്നത് ഇത് ആരെഴുതിയതല്ല, ഇരമ്യാവ് എഴുതിയതല്ല. ബാക്കി 98% വേദനിരൂപകരും സഭാപിതാക്കന്മാരും എല്ലാവരും പറയുന്നു ഇത് പ്രവാചകനായിരിക്കുന്ന ഇരമ്യാവിനാൽ എഴുതപ്പെട്ടു എന്നാണ്. ഇനി ഉള്ളടക്കം. ഉള്ളടക്കം 1. അധ്യായം 1. നമ്മൾ നേരത്തെ എഴുതിയത് വിഷയവിഭജനമായിരുന്നു അല്ലേ? അതെ. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഉള്ളടക്കം. പറയട്ടെ. അധ്യായം 1. ശൂന്യമായതും ഉപേക്ഷിക്കപ്പെട്ടതുമായ യെരുശലേം നഗരത്തിന്റെ ദയനീയ സ്ഥിതി. ശൂന്യമായതും ഉപേക്ഷിക്കപ്പെട്ടതുമായ യെരുശലേം നഗരത്തിന്റെ ദയനീയ സ്ഥിതി. വാക്യങ്ങൾ 11 18. നഗരത്തിന് സംഭവിച്ച നാശവും ശൂന്യതയും തനിക്ക് സംഭവിച്ചതായി കണക്കാക്കിയാണ് നഗരത്തിന് സംഭവിച്ച നാശവും ശൂന്യതയും തനിക്ക് സംഭവിച്ചതായി കണക്കാക്കിയാണ് ഗ്രന്ഥകാരൻ വിലപിക്കുന്നത്. അപ്പൊ 1-ാം അധ്യായത്തിൽ അതിനെ 11-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിക്കേ. 11-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം വായിക്കണ്ട, നിങ്ങളൊന്ന് നോക്കിക്കേ. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൽ യെരുശലേം നഗരത്തിന്റെ അപ്പോഴത്തെ അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് വളരെ ദയനീയതയാണ്. നഗരത്തിന് സംഭവിച്ച നാശവും ശൂന്യതയും തനിക്ക് സംഭവിച്ചതായി കണക്കാക്കിയാണ് ഈ മനുഷ്യൻ യിരെമ്യാവ് കരയുന്നത്. വിശപ്പടക്കാൻ ആഹാരമില്ലാത്ത അവസ്ഥ. ഒരു നേരത്തെ ആഹാരം വാങ്ങേണ്ടതിന് വേണ്ടി അവരുടെ വീട്ടിലെ ഏറ്റവും വില കൂടിയ സാധനങ്ങൾ തുച്ഛമായ വിലയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ കണ്ടോ. 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ഒരു സാധനം വെറും 10,000 രൂപയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ നിങ്ങൾ ഓർത്ത് നോക്കിക്കും. എംസി റോഡിന്റെ സൈഡിൽ 1 സെന്റ് വസ്തുവിന് 1 കോടി രൂപ വില പറയുന്ന വസ്തു വെറും 10 ലക്ഷം രൂപയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ നിങ്ങൾ ഓർത്തു. അവരുടെ വീട്ടിലുണ്ടായിരുന്ന മനോഹര വസ്തുക്കളൊക്കെ അവർ തുച്ഛമായ വിലയ്ക്ക് കൊടുക്കേണ്ടി വന്നു. അവരുടെ കുഞ്ഞുങ്ങളെ കൊന്നു കഴിക്കേണ്ടി വന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 1-ാം അധ്യായത്തിൽ ശൂന്യമായതും ഉപേക്ഷിക്കപ്പെട്ടതുമായ യെരുശലേം നഗരത്തിന്റെ ദയനീയ സ്ഥിതി നമുക്ക് കണക്കാക്കാം. അധ്യായം 2 ഉള്ളടക്കം. അധ്യായം 2 നഗരത്തോടുള്ള ദൈവത്തിന്റെ കോപത്തിനുള്ള കാരണങ്ങളും നഗരത്തോടുള്ള ദൈവത്തിന്റെ കോപത്തിനുള്ള കാരണവും നഗരത്തോടുള്ള ദൈവത്തിന്റെ കോപത്തിനുള്ള കാരണം കരുണയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കാനുള്ള ആഹ്വാനം. നഗരത്തോടുള്ള
ദൈവകോപത്തിനുള്ള കാരണങ്ങളും കരുണയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കാനുള്ള ആഹ്വാനം. അധ്യായം 3 പട്ടണത്തിൽ വന്നിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള വിലാപവും പട്ടണത്തിൽ വന്നിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള വിലാപവും ബ്രാക്കറ്റിൽ 3:1 മുതൽ 20 വരെ. മനം തിരിയുവാനുള്ള ഗുണദോഷവും. മനം തിരിയുവാനുള്ള ഗുണദോഷം. മൂന്നിന്റെ 21 മുതൽ 66 വരെ. പട്ടണത്തിൽ വന്നിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള വിലാപവും 3:1 മുതൽ 20 വരെ. മനം തിരിയുവാനുള്ള ഗുണദോഷവും 3:21 മുതൽ 66 വരെ. അധ്യായം 4. സിയോന്റെ മുൻമഹത്വവും ഇപ്പോഴുള്ള അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം. സിയോന്റെ മുൻമഹത്വവും ഇപ്പോഴുള്ള അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് അധ്യായം 5. തങ്ങളുടെ കഷ്ടത ഓർക്കുവാനുള്ള അപേക്ഷ. തങ്ങളുടെ കഷ്ടത ഓർക്കുവാനുള്ള അപേക്ഷ, തങ്ങളുടെ കഷ്ടത വലുതെങ്കിലും അവർ നിത്യനായ ദൈവത്തിൽ ആശ്രയിക്കുമെന്നത്. തങ്ങളുടെ കഷ്ടത ഓർക്കുവാൻ അപേക്ഷ, തങ്ങളുടെ കഷ്ടത വലുതെങ്കിലും അവർ നിത്യനായ ദൈവത്തിൽ ആശ്രയിക്കുമെന്നത്. അപ്പോൾ ഈ 5 അധ്യായങ്ങളിലെ പ്രധാന വിഷയങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ 1-ാം അധ്യായത്തിൽ എന്താണ്? ശൂന്യമായതും ഉപേക്ഷിക്കപ്പെട്ടതുമായ യെരുശലേം നഗരത്തിന്റെ ദയനീയ സ്ഥിതി, അത് നമ്മൾ കണ്ടു. 2-ാം അധ്യായത്തിലോ നഗരത്തോടുള്ള ദൈവത്തിന്റെ കോപത്തിന്റെ കാരണങ്ങളും കരുണയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കാനുള്ള ആഹ്വാനവും നമുക്ക് കാണാം. 3-ാം അധ്യായത്തിൽ പട്ടണത്തിൽ വന്നിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള വിലാപവും മനം തിരിയുവാനുള്ള ഗുണദോഷവും. അധ്യായം 4 സിയോന്റെ മുൻമഹത്വവും ഇപ്പോഴുള്ള അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം. 5 തങ്ങളുടെ കഷ്ടത ഓർക്കുവാനുള്ള അപേക്ഷ, തങ്ങളുടെ കഷ്ടത വലുതെങ്കിലും അവർ നിത്യനായ ദൈവത്തിൽ ആശ്രയിക്കുമെന്ന്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വിലാപങ്ങൾ എന്ന കുഞ്ഞു പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ വേണമെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത, വളരെ മനോഹരമായ പ്രത്യേകതയുണ്ട് ഈ പുസ്തകം. ഓക്കെ, ഒന്ന്, വ്യക്തിപരവും സമൂഹപരവുമായ വിലാപഗാനങ്ങൾ സങ്കീർത്തനങ്ങളിലും പ്രവചന പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും
ഈ ഒരേ